പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഇരുകരമുയർത്തി ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള ഷാലോമിൻ്റെ നൈറ്റ് വ്യൂൽ പ്രേക്ഷകരെ ഏറെ സ്നേഹത്തോടെ ഈ അത്ഭുതത്തിൻ്റെ രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, യേശു നിന്നെ വിളിക്കുന്നു. എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, യേശു നിന്നെ വിളിക്കുന്നു. എന്തിനാണ് പ്രിയമുള്ളവരെ യേശു ഈ രാത്രിയിൽ നിന്നെ വിളിക്കുന്നത്? നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ മാനിക്കാൻ, നിന്നെ സൗഖ്യപ്പെടുത്താൻ, നിൻ്റെ സകല പ്രാർത്ഥനകൾക്കും മറുപടി നൽകാൻ നല്ലവനായ ദൈവം കർത്താവ് യേശു ഈ രാത്രിയിൽ നിന്നെ വിളിക്കുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. സ്വരമയത്തെ പറയാമോ? ഹല്ലേലൂയ. കുടുംബം ഒന്നിച്ച് ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം പ്രതീക്ഷിച്ച് ഈ രാത്രിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന അത്ഭുത രാത്രിയിലേക്ക് വീണ്ടും നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഗാന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഗാന ശുശ്രൂഷയിലൂടെ തിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് നല്ലവനായ കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പൗലോസ്ലീഹ പറയുകയാണ്, ഒരേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല. ഏത് കാര്യമാണെന്നറിയാമോ? ഫിലിപ്പി 3:1. എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഒരു സന്തോഷമില്ലല്ലോ. ഹല്ലേലൂയ. എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഈ കാര്യം വീണ്ടും വീണ്ടും എഴുതുന്നതിൽ ഒരു മടിയുമില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാൻ. ഹല്ലേലൂയ. സാധിക്കാത്തൊരു കാര്യവും അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിന് ഭയങ്കര സുരക്ഷിതത്വം നൽകുന്നു എന്ന് വചനത്തിൻ്റെ അതിൻ്റെ ബാക്കി ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്യ 5:16 എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു 2 ആഴ്ച മുമ്പ് പനി പിടിച്ച് കിടപ്പിലെ ഞാൻ ഭയങ്കര ക്ഷീണിച്ച് ഒരവശ നിലയിൽ ഭയങ്കര വൊമിറ്റിങ്, ഛർദിലൊക്കെ ആയിട്ട് ഛർദിച്ചിട്ട് ഇങ്ങനെ വന്ന് ബെഡിലിങ്ങനെ അവശനായിട്ട് കിടക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ വരികളിങ്ങനെ വരികയാണ്. ഉള്ള പാട്ടാണ്. ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ ആ സാഹചര്യവും ഈ പാട്ടും നമ്മൾ യാതൊരു കോമ്പിനേഷനുമില്ല. ആ പാട്ടിങ്ങനെയാണ്: ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീമിർത്തിടും ഞാൻ. എങ്ങനെ ആടിത്തിമിർക്കാനാ? ആരോഗ്യം ഒട്ടുമില്ലാതെ ക്ഷയിച്ചിങ്ങനെ നടക്കുമ്പോൾ ഈ പാട്ടിങ്ങനെ വന്നപ്പോൾ കർത്താവ്, ഇത് യാതൊരു സിങ്കിങ് അല്ലെ, ഇത് ചേരുന്നില്ലോ എന്നെൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഈ വചനം തൊട്ടു പിന്നാലെ വരിക: എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും മറുപടി ഉണ്ട് കർത്താവിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഒന്നും പറഞ്ഞ് തോൽപ്പിക്കാൻ നോക്കണ്ട. ഹല്ലേലൂയ. ന്യായീകരണങ്ങളൊന്നും അവിടെ ഏശുകയില്ല. എല്ലാത്തിനും പരിഹാരമാണ് ക്രിസ്തു, എല്ലാത്തിനും മറുപടി അവൻ മാത്രമാണ്. ഹല്ലേലൂയ. ഈ വരികളൊന്ന് പാടാമോ? ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീമിർത്തിടും ഞാൻ. പാടാമോ? ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീമിർത്തിടും. ഒരിക്കൽ കൂടി: ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീമിർത്തിടും ഞാൻ. ഏറ്റവും എൻ്റെ ചങ്കാണെന്ന് പറയുന്നതൊക്കെ മാറ്റപ്പെട്ടു പോകും. എന്നാൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന യഥാർത്ഥ ചങ്ക് നമ്മുടെ യേശു. ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ ചങ്കാണെന്ന് പറയാമോ? എൻ്റെ യേശു എൻ്റെ ചങ്കാണ്. ഒച്ച പോരാ. എൻ്റെ യേശു എൻ്റെ ചങ്കാണ്.
സ്വരം പോരാ, സന്തോഷം പോരാ. എൻ്റെ യേശു എൻ്റെ ചങ്കാണ്, ചങ്കാണ് എൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണ് എൻ്റെ യേശു. ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീർത്തിട്. പറ്റുമോ? ചങ്കാണ് എൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണ് എൻ്റെ യേശു. ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീർത്തിട്. എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ തൻ്റെ ചങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ട് എൻ്റെ ഈശോ. ആ സന്തോഷം കണ്ടോ? പാടി നൃത്തം ചവിട്ടിടും ഞാൻ. എന്റെ സ്വർഗത്തിലേക്ക് നയിക്കാൻ തന്റെ ചങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ട് എൻ്റെ ഈശോ. പാടി നൃത്തം ചവിട്ടിടും ഞാൻ. അത് പറ്റുമോ? ശരിക്കും പറ്റുമോ? ഇപ്പം ആരോഗ്യം ഉള്ളപ്പോഴേ പറ്റുള്ളൂ. എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ തന്റെ ചങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ട് എൻ്റെ ഈശോ. പാടി നൃത്തം പാടാ. ചങ്കാണ് എൻ്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണ് എൻ്റെ ഈശോ. ആമേൻ ആമേൻ. ചങ്കാണ് എൻ്റെ ഈശോ, സ്തോത്രം. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞേ എന്റെ പാപവിമോചകനീശോ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞേ എന്റെ പാപവിമോചകനീശോ. ചങ്കാണ് എൻ്റെ യേശു, എന്റെ ചങ്കിടിപ്പാണ് എൻ്റെ യേശു. ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീർത്തിടും ഞാൻ. വീണ്ടും ചങ്കാണ് എൻ്റെ യേശു, എന്റെ ചങ്കിടിപ്പാണ് എൻ്റെ യേശു. ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തീർത്തിടും ഞാൻ. ഇത് പറയുമ്പോൾ കർത്താവിന് ഒരു ജയ് വിളിക്കാൻ ഒരു കൊതി തോന്നുകയാണ്. നമ്മുടെ ഒരു യങ് അല്ലേ, ഒരു കർത്താവിന് ജയ് വിളിക്കുന്നതിൽ എന്തൊരു അഭിമാനമാണ് നമുക്കുള്ളത്. മറ്റെന്തെല്ലാം ജയ് വിളിക്കുന്നുണ്ട്. നമുക്ക് ഭവനത്തിലായിരിക്കുന്നവർ, ഒരുപക്ഷെ കുടുംബത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒന്ന് കൈയൊക്കെ നിവർത്തി കർത്താവിൻ്റെ ജയ് വിളിക്കാൻ പറ്റുന്നവർ ഹല്ലേലൂയ എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാ കി ജയ് ബോലോ. പാടാമോ? ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാ കി ജയ് ബോലോ. കറക്റ്റ്. ഒരിക്കൽ കൂടി. ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാ കി ജയ് ബോലോ. അന്തിന് കാഴ്ച നൽകിയ യേശുവിന് നമുക്ക് ജയ് പറയാം. മുടിന് സൗഖ്യം നൽകിയ യേശുവിന് നമുക്ക് ജയ് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. अंधों को आंख दिया यीशु ने, लंगड़ों को चला दिया यीशु ने. अंधों को आंख दिया यीशु ने, लंगड़ों को चला दिया यीशु ने. बोलो जय बोलो, जय बोलो, यीशु मसीहा की जय बोलो, जय बोलो, जय बोलो, യേശു മസീഹാ കി ജയ് ബോലോ. ആർക്കും ഒട്ടും സംശയം വേണ്ട. ഇത് പറയുമ്പോൾ കൈയൊന്ന് ഉയർത്തിയ എന്തെങ്കിലും പ്രശ്നമാകുമോ? അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. നല്ലതുപോലെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് അഭിമാനത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി നാളെ മരിച്ചാലും ഒരു ജയ് വിളിച്ചിട്ട് മരിക്കാനുള്ള ഒരു അഭിമാനം പറ്റുമോ? ഹല്ലേലൂയ. സന്തോഷമില്ലല്ലോ? ഹല്ലേലൂയ. ഇനി ഇങ്ങനെ കരയൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? ഒന്നും അറിയില്ലാത്ത പോലെ, ജയ് വിളിക്കാന്ന് അറിയില്ലാത്ത പോലെ ഇങ്ങനെ നാണം കൊണ്ടിരിക്കില്ലേ? സന്തോഷത്തോടെ ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാ കി. പോരാ, ശക്തി പോരാ, ശക്തി പോരാ. ജയ് ബോലോ, ആമേൻ. ജയ് ബോലോ, യേശു മസീഹാ കി ജയ് ബോലോ. സ്വരമൂർത്തി. ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാ കി ജയ് ബോലോ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇരിക്കുമ്പോൾ കയറാൻ ഉയർത്താനൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ നോട്ടത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടെ കരഘോഷത്തോടെ നാം ആദ്യം പാടി ചങ്കാണ് എൻ്റെ ഈശോ, പാടി ആടി തിമിർത്തിന് ഞാൻ പറ്റുന്ന പോലെ നമ്മുടെ ഈ ആരോഗ്യത്തെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നല്ലതുപോലെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരഘോഷത്തോടെ ചിരിച്ചുകൊണ്ട്, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നില്ല, പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് പരസ്പരം ഒന്ന് എന്താ പറയുന്നത്, പ്രോത്സാഹനം നൽകിക്കൊണ്ട് പാടി ആരാധിക്കാം.
ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണ് ഇനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണ് ഇനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. സന്തോഷത്തോടെ ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണ് ഇനി ഞങ്ങൾ പാടിയാടി ഒന്നാടി പാടിക്കേ. ചങ്കാണെൻ്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെൻ്റെ യേശു, ഒന്നാണ് ഇനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ തന്റെ ചങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചവിട്ടിടും ഞാൻ. ഇങ്ങനെ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ തന്റെ ചങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചവിട്ടിടും. ജയ് വിളിക്കാമോ? ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാക്ക് ജയ് ബോലോ, ശക്തമായി ശക്തമായി. ജയ് ബോലോ, ജയ് ബോലോ, ബോലോ യേശു മസീഹാക്ക് ജയ്. വീണ്ടും ജയ് ബോലോ, ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാക്ക് ജയ് ബോലോ. अंधों को आंख दिया यीशु ने, लंगड़ों को चला दिया यीशु ने, अंधों को आंख दिया यीशु ने, लंगड़ों को चला दिया यीशु ने. बोलो जय बोलो, जय बोलो, यीशु मसीहा की जय बोलो. हे जय बोलो, जय बोलो, യേശു മസീഹാക്ക് ജയ്. കരമടിച്ച് ചങ്കാണെന്റെ യേശു, ചങ്കാണെന്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെന്റെ യേശു, ഒന്നാണിനെ ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെന്റെ യേശു, ഒന്നാണിനെ ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എൻ്റെ പാപവിമോചകനീശോ. നിന്റെ പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എൻ്റെ പാപവിമോചകനീശോ. ചങ്കാണെന്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെന്റെ യേശു, ഒന്നാണിനെ ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെന്റെ യേശു, ഒന്നാണിനെ ഞങ്ങൾ പാടിയാടി തിമിർത്തിടും. ജയ് ബോലോ, ജയ് ബോലോ, ബോലോ ജയ് ബോലോ, യേശു മസീഹാക്ക് ജയ് ബോലോ. ബോലോ ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാക്ക് ജയ് ബോലോ. ചങ്കാണെന്റെ യേശു, ചങ്കാണെന്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെന്റെ യേശു, ഒന്നാണിനെ ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ യേശു, എൻ്റെ ചങ്കിടിപ്പാണെന്റെ യേശു, ഒന്നാണിനെ ഞങ്ങൾ പാടിയാടി തിമിർത്തിടും. ഇരുകരങ്ങൾ വിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഓ എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, പാവന രക്തത്താൽ എന്നെ കഴുകിയവനേ, യേശുവേ ആരാധന. വിട്ടുപിരിയാത്ത സ്നേഹമായെന്ന് കൂടെ നിൽക്കുന്നവരെ ആരാധന.
ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ദൈവമേ ആരാധന യേശുവേ എൻ്റെ കർത്താവേ നന്ദി യേശുവേ ഹല്ലേലൂയ സ്വരമുയർത്തി വിളിക്കട്ടെ യേശുവേ 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 ആരാധന സ്നേഹമേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാനുള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും പിറുവിറുത്ത് പോകുന്നുണ്ട് ഈശോയെ. ഞാൻ പലവട്ടം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ദൈവമേ നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞാൻ ചോദിച്ചു പോകുന്നു. എൻ്റെ കർത്താവെ, ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റമുണ്ടാകുവാൻ, എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുവാൻ, എൻ്റെ യേശു എൻ്റെ ആനന്ദമായി മാറ്റപ്പെടുവാൻ, ആര് സഹായിച്ചില്ലെങ്കിലും ആര് വെറുത്താലും എൻ്റെ കൂട്ടായിട്ട് എൻ്റെ യേശു ഉണ്ടാകും എന്നുള്ള ബോധ്യം എപ്പോഴും എന്നെ ഭരിക്കുവാൻ ആഗ്രഹത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഈ ഗാനം കൂടി പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങളടിക്കാം. സന്തോഷത്തോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിൽ സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാച്ചുവട്ടിലത്രേ തന്നീടണേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാതെ വണ്ണം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാച്ചുവട്ടിലത്രേ തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാത്ത വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കൂ, പാടാം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാ പുതുജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തോ.
കൂട്ടത്തോടെ വിട്ടു പോയെന്നാലും കൂട്ടായ യേശു എനിക്കുള്ളതാ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, ഇന്ന് സന്തോഷമാ പുതുജീവിതം. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനാൽ വ്യർത്ഥരായിത്തീരുന്നതെന്തിനാ? ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനാൽ വ്യർത്ഥരായിത്തീരുന്നതെന്തിനാ? കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. വളരെ അർത്ഥമുള്ള വരികൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടും ക്രിസ്തുവിനെ വിട്ടുപോകാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ മറ്റ് ഭൗതിക നേട്ടങ്ങൾ വരുമ്പോൾ യേശുവിനെ മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഈ വരികൾ നമുക്ക് ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിന് വ്യർത്ഥരായിത്തീരുന്നതെന്തിനാ? ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിത മഹാത്മ്യം വിട്ടുപിരിയാത്ത സ്നേഹം നൽകണമേ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? യേശുവേ. സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിന് വ്യർത്ഥരായിത്തീരുന്നതെന്തിനാ? കർത്താവാം യേശുവോടൊത്തു നടക്കുകയിൽ നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്നും സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം, എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്നും സന്തോഷമാ പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകെ സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്നും സന്തോഷമാ പുതുജീവിതം. ഈ ആനന്ദം നിറയാൻ വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിനോട് ചേർന്ന് ആനന്ദിക്കാനുള്ള കൃപ, ജീവിതത്തിൽ എപ്പോഴും കർത്താവിനെ പിരിയാത്ത സ്നേഹം നിറയുവാൻ എൻ്റെ യേശുവേ കൃപ നൽകണമേ, കൃപ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. പ്രൈസലോ. ഇരിക്കാം. സന്തോഷത്തോടെ വലതുകരം ഉയർത്തിയൊരു ഹാലേലുയ പറയാമോ? ഹാലേലുയ. പരാശക്തിയോടെ ഹാലേലുയ. 20-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നമുക്ക് ഈ വചനം അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് ഉണർവോടെ ഒന്ന് പറയാമോ? അടുത്തിരിക്കുന്ന ആളുടെ കരത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നിട്ട് ഈ വചനം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പറയണം. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. വലതുകരം ഉയർത്തിയൊരു ഹാലേലുയ പറയാം. ഹാലേലുയ. നല്ല ഉണർവോടെ ഹാലേലുയ, നല്ല ഉണർവോടെ ഹാലേലുയ. കരങ്ങൾ ചലിപ്പിച്ച ഹാലേലുയ, ഹാലേലുയ. 118-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഇപ്പോൾ വചനം കേൾക്കാൻ വരുമ്പോൾ നമ്മൾ പാടിയത് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ
1-ാം തിരുവചനം നമ്മളിവിടെ ലിജോ പറഞ്ഞു. എൻ്റെ സഹോദരൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വചനം കേൾക്കാനിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ തൊട്ടടുക്കലുണ്ട്. നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും നല്ല ഉണർവോടെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കാൻ കഴിയുന്നത് ഏറെ അനുഗ്രഹദായകമാണ്. ഒരു കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അത്ഭുത ജപമാലയിലേക്ക് നാം പ്രവേശിക്കുക. ഹീലിംഗ് റോസറി എന്നാണ് ഈ സമയത്ത് നമ്മൾ ആ ജപമാലയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളും മരണത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വെള്ളിയാഴ്ച ഇന്ന് ദുഃഖരഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിശയകരമായ, അത്ഭുതകരമായ, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈ രാത്രിയിൽ പെയ്തിറങ്ങാൻ സ്വർഗം അനുവദിക്കും. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണങ്ങളാണ് മാനവ കുലത്തിന് നിത്യരക്ഷ കൊണ്ടുവന്നത്. ആ നിത്യരക്ഷയുടെ ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായ ദൈവിക വിടുതലുകൾ, ദൈവിക സൗഖ്യങ്ങൾ, അത്ഭുതകരമായ പരിപാലനയുടെയും ദൈവ വഴികൾ തുറക്കുന്നതിൻ്റെയും അഭിഷേകം ഈ ജപമാലയ്ക്കിടയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും. നമുക്കത് ഉറച്ചു വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുള്ളിടത്ത് അതിശയകരമായ ദൈവിക വിടുതലുകൾ സംഭവിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വഴി തുറക്കാത്ത ചില ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് നൈറ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. നിങ്ങൾ കുടുംബമായി, വ്യക്തിപരമായി എവിടെ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ, ഈ ജപമാലയിൽ പങ്കെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയമായി മാറും. സംശയം വേണ്ട. പരിശുദ്ധ അമ്മയുള്ളിടത്ത് കാരണമെന്നറിയാമോ? പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ തിന്മ നിരന്തരം മനുഷ്യരുടെ ഇടയിൽ പോരടിക്കുന്നുണ്ട്. ഈ പോരാട്ടങ്ങളെ തകർത്ത് കഴിയുമ്പോൾ ദൈവകൃപയും ദൈവിക വിടുതലുകളും നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയും. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ജപമാലയുടെ ഇടയിൽ നാളുകളായി നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളുണ്ടല്ലോ. ആ നിയോഗങ്ങളുടെ മേൽ ഈ രാത്രിയിൽ ഒരു ദൈവിക വിടുതൽ സ്വർഗം അയക്കാൻ പോവുകയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ തിന്മകൾ ഞെട്ടിവിറയ്ക്കും. നന്മ നിറഞ്ഞ മറിയമേ എന്ന ഹൃദയത്തിൽ നിന്ന് ഞാനും നിങ്ങളും അതിനം കൊണ്ട് ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൻ്റെ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വിശ്വസിക്കാം. നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം നമുക്കേറെ സുപരിചിതമായ ഒരു വചനമാണ്. സ്വർഗത്തിൽ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, 12 നക്ഷത്രങ്ങൾ കോർത്ത കിരീടം അവളുടെ ശിരസിൽ. കാരണം അവൾ തേജോമയിയായ അമ്മയാണ്. അവൾ സ്വർഗത്തിൻ്റെ സർവ്വ സൈന്യാധിപയാണ്. ഈ അമ്മ വരുന്ന ഇടത്ത് കുടുംബങ്ങളെ അടക്കി ഭരിക്കുന്ന ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും കെട്ടുകൾ അഴിയും. നിശ്ചയമായി വിശ്വസിക്കാം. ഈ രാത്രിയിൽ അത്ഭുത ജപമാലയിൽ, ഹീലിംഗ് റോസറിയിൽ ഹൃദയം ചേർത്ത് വെച്ച് നമുക്ക് പങ്കുചേരാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ജപമാല കരങ്ങളെടുത്ത് പരിശുദ്ധ അമ്മയുടെ വണക്കത്തിനായി, സ്നേഹത്തിനായി ഒരു പാട്ട് പാടി നമ്മൾ ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് സാധിക്കുന്നവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം.